ഐപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രൈംസാഗർ എൻ്റർപ്രൈസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി ഒരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ. പ്രൊജക്റ്റിന് വരുന്ന ചിലവ് എന്ന് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപയാണ് അല്ലേ. ഇനി ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് ഏതൊക്കെ രീതിയിലാണ്, 3 ഓപ്ഷനിലൂടെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. 3 ഓപ്ഷൻസ് ആണ് അദ്ദേഹത്തിന് മുന്നിലുള്ളതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1 കോടി രൂപയും അദ്ദേഹം ഇക്വിറ്റി ഷെയർ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെപ്റ്റ് ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്താണ്, ഒരു അൺലിവേഡ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്നാൽ ഓപ്ഷൻ ബിയിലേക്ക് വന്നാലോ, കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് അല്ലെ, 1 കോടിയിൽ 80 ലക്ഷം രൂപയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇക്വിറ്റിയിൽ നിന്നാണ്. എന്നാൽ 20 ലക്ഷം രൂപ മാത്രമേ ഡെപ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡെപ്റ്റ് അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും താരതമ്യേന വളരെ കുറവാണ്. കാരണം കൂടുതൽ എമൗണ്ട് പ്രൊപ്പോർഷനേറ്റും അവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇക്വിറ്റിയിൽ തന്നെയാണ് അല്ലേ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? 1 കോടി രൂപയിൽ 60 ലക്ഷം രൂപയും അവർ കളക്ട് ചെയ്തിരിക്കുന്നത് ഡെപ്റ്റ് വഴിയാണ് അല്ലേ, ബോറോഡ് ഫണ്ട് വഴിയാണ്. 40 ലക്ഷം രൂപ മാത്രമേ ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് അവർ കളക്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഈ മനസ്സിലാകുന്നുണ്ട്, ഓപ്ഷൻ സി ആണ് ഏത്, ഈ പറയുന്ന ലിവറേജ് എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്കറിയാം ഡെപ്റ്റിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് അല്ലേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ അൺലിവേഡ് ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ സ്ട്രക്ചറാണ്, കാരണം ഇക്വിറ്റി മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡെപ്റ്റ് യൂസ് ചെയ്യുന്നെങ്കിൽ തന്നെ വളരെ ചെറിയ തോതിൽ മാത്രം. ഇക്വിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡെപ്റ്റിൻ്റെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. എന്നാൽ ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് എന്താണ്, ഈ ലിവറേജ് എഫക്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷനാണ് കൂടുതൽ, ഡെപ്റ്റിൻ്റെ ഡിപ്പെൻഡൻസി ആണ് കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയെല്ലാം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരൊരു എബിറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എബിറ്റ് എത്രയാണ്? 40 ലക്ഷം രൂപയാണ് എബിറ്റ് എന്നും പറയുന്നുണ്ട് അല്ലേ. ഇനി കോർപ്പറേറ്റ് ടാക്സ് റേറ്റും പറയുന്നുണ്ട്, അത് 50% ആണ്. ഇന്നത്തെ അവർ പറയുവാണ് ഷോ ദ ഇമ്പാക്റ്റ് ഓഫ് ഗിയറിംഗ് ഓൺ EPS അല്ലേ. എന്ന് പറയാൻ എന്താണ്, ഗിയറിംഗ് മീൻസ് ഫിനാൻഷ്യൽ ലിവറേജ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ഗിയറിംഗ് EPSനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ തരത്തിലുള്ള ചോദ്യമാണ്. അപ്പോൾ 3 ഓപ്ഷനിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വരുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വരുന്നത്, എങ്ങനെയാണ് EPSനെ ഓരോ ഓപ്ഷൻസും അഫക്റ്റ് ചെയ്യുന്നത്, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ വേണം അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട് നമ്മൾ PG ലെവലിലൊക്കെ അല്ലേ. അപ്പോൾ അതിനെ കൃത്യമായിട്ട് വേണമെങ്കിൽ ഒരൊറ്റ ടേബിൾ ഇത് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒറ്റ ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ഏറ്റവും നല്ലത് പാർട്ടായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത് കാണുന്ന ആൾക്ക് കൃത്യമായിട്ട് വിസിബിൾ ആണ് നിങ്ങളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് സബ്ജക്റ്റിൽ. അപ്പോൾ ആ രീതി നല്ല രീതിയിൽ നമ്മൾ പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പെട്ടെന്ന് ആൻസറിൽ എത്തിക്കുന്നതിനപ്പുറത്തേക്ക് എക്സിക്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഭാഗവും കൂടെ നമ്മൾ നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അതാണ് സ്റ്റെപ്പ് 1. കാൽക്കുലേഷൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി. ഇങ്ങനെ 3 ഓപ്ഷനിലൂടെ നമ്മൾ കടന്നു പോകണം അല്ലേ. ഓപ്ഷൻ എയുടെ പ്രത്യേകത എന്താണ്? ഓപ്ഷൻ എയുടെ നോ ഡെപ്റ്റ്
നോ ഡെപ്റ്റ് അല്ലേ, കാരണം അവർ ഇക്വിറ്റി മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇൻട്രസ്റ്റ് വരുമോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നില്ലാണ്. ക്ലിയർ. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാലോ, അവർ ഡെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ താരതമ്യേന കുറവാണ്, കൂടുതലും ഇക്വിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡെപ്റ്റ് എത്ര വരും? യെസ്, ഡെപ്റ്റ് എന്ന് പറയുന്നത് ₹20 lakhs ആണ്. 20 ലക്ഷം രൂപയുടെ ഡെപ്റ്റാണ് അവർ ഉപയോഗിക്കുന്നത് പറയും. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ലക്ഷത്തിൻ്റെ 15% ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 20 lakhsൻ്റെ 15% അവിടുത്തെ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. യെസ്, എത്ര വരും ഇവിടെ? 3 lakhs വരും അല്ലേ. ഓപ്ഷൻ ബിക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ 3 ലക്ഷം രൂപ ചിലവാകുന്നുണ്ട്. ഇനി ഓപ്ഷൻ സി ആണ് കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒരു ലിവറേജ് എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഓപ്ഷൻ സിയിലാണ് അല്ലേ. ഇപ്പോൾ ഓപ്ഷൻ സിയിൽ എത്രയാണ് ഡെപ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? 1 കോടി രൂപയിൽ അവർ 60 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ഡെപ്റ്റിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 60 ലക്ഷത്തിൻ്റെ എത്ര കാണണം? 15% കാണണം. അപ്പോൾ എത്ര വരും? 9 ലക്ഷം രൂപ വരും. 9 lakhs rupees വരും. അപ്പോൾ ഓപ്ഷൻ സി പലിശ ഇനത്തിൽ 9 ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് എന്ന് പറയുന്നത് 3 ഓപ്ഷനിലും. ഓപ്ഷൻ എ ഡെപ്റ്റ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ഇൻട്രസ്റ്റ് നില്ലാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് താരതമ്യേന ഡെപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട്, താരതമ്യേന കുറവാണ് ഡെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇൻട്രസ്റ്റ് പൊതുവെ കുറവാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഡെപ്റ്റ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ, അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് കൂടുതലുമായിരിക്കും അല്ലേ. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. PBT നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 2. ഏത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ? കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ കാണണം അല്ലേ. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അവിടെയും നമുക്ക് 3 ഓപ്ഷനാണ്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട് അല്ലേ. ഓപ്ഷൻ സി ഉണ്ട്. അങ്ങനെ 3 ഓപ്ഷനാണ് അവിടെയും പറയുന്നത് അല്ലേ. യെസ്, ഓപ്ഷൻ എയുടെ എബിറ്റ് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. എബിറ്റ് എത്രയാണ്? 40 lakhs ആണ് അല്ലേ. അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. ലെസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നില്ലാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ പറയുന്ന 40 ലക്ഷം രൂപയായിരുന്നു. എന്താണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്? നമ്മുടെ ടാക്സ് കമ്പ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് അല്ലേ ഏത് പ്രോഫിറ്റിന്മേലാണ് ടാക്സ് കൊടുക്കേണ്ടത്? ഈ തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റിന്മേലാണ് ടാക്സ് കൊടുക്കേണ്ടത് അല്ലേ. അങ്ങനെ ആ ടാക്സ് വരുന്ന പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിന്മേലാണ് എത്രയാണോ കോർപ്പറേറ്റ് ടാക്സ് ആ ടാക്സ് പോകുന്നത്. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഉപയോഗിക്കാത്തൊരു ഫേമിന് എത്രയാണോ അവരുടെ എബിറ്റ് അത്രയും ആ എമൗണ്ടിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഓപ്ഷൻ ബിയോടാ, ഓപ്ഷൻ ബി എബിറ്റ് എല്ലാ കേസിലും സെയിം തന്നെ അല്ലേ. ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ്? 40 ലക്ഷമാണ്, 40 lakhs ആണ്. ലെസ് ഇൻട്രസ്റ്റ് എത്ര വരും ഇവിടെ? റുപ്പീസ് ഇവിടെ 3 lakh ആണ്, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലേ. യെസ്, 3 ലക്ഷം രൂപയാണ്. ക്ലിയർ. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് 40 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറച്ചിട്ട് 37 ലക്ഷം രൂപയാണ് ഇവിടെ വരുന്നത്. ഓപ്ഷൻ സിയുടെ കേസ് വരുമ്പോഴോ, ഓപ്ഷൻ സിയുടെ കേസിൽ എബിറ്റ് എല്ലാ കേസിലും സെയിം തന്നെ. എബിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ലക്ഷം രൂപ. ഇവിടെ ലെസ് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കുറയ്ക്കണം നമ്മൾ? ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് 9 ലക്ഷം രൂപ അല്ലേ. 9 ലക്ഷം രൂപയാണല്ലോ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഓപ്ഷൻ സി അല്ലേ. യെസ്, 9 lakhs ആണ്. അപ്പോൾ എത്ര വരും? 40 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷം കുറച്ചിട്ട് 31 ലക്ഷത്തിൽ എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. ശ്രദ്ധിച്ചേ അല്ലേ. ഡെപ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഓപ്ഷൻ സിക്കാണ്
എന്ത് ചെയ്യേണ്ടത്? ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് കുറവ് വരുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ടാക്സിൻ്റെ പർപ്പസുമായിട്ട് അല്ലെങ്കിൽ ടാക്സിൻ്റെ കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുകൊണ്ടാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ക്ലിയർ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? ടാക്സ് കണ്ടുപിടിക്കണം അല്ലേ? സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ടാക്സ് ആണ്. സ്റ്റെപ്പ് 3 കാൽക്കുലേഷൻ ഓഫ് ടാക്സ്. ടാക്സ് എത്രയാണ് നമ്മളോട് പറയുന്നുണ്ട്? എത്രയാണ്? ഈ പറയുന്ന 50% ആണ് അല്ലേ? 50% ആണ്. യെസ്. അപ്പോൾ ഓപ്ഷൻ എയുടെ കണ്ടുപിടിക്കണം അല്ലേ? ഓപ്ഷൻ ബിയുടെ കണ്ടുപിടിക്കണം, ഓപ്ഷൻ സിയുടെയും കണ്ടുപിടിക്കണം അല്ലേ? ഓപ്ഷൻ എയുടെ എത്രയാണ് ടാക്സ് എന്ന് പറയുന്നത്? ടാക്സ് എപ്പോഴും എന്താണ്? ഓപ്ഷൻ എക്ക് ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ എബിറ്റ് എത്രയാണോ അത് തന്നെ ആ എമൗണ്ടിൽ തന്നെ ആയിരിക്കും അവർ ടാക്സ് അടയ്ക്കേണ്ടത് അല്ലേ? 40 ലക്ഷം രൂപയാണ് അവരുടെ എബിറ്റ് എന്ന് പറയുന്നത്. അപ്പം 40 ലക്ഷത്തിൻ്റെ എന്ത് കാണണം? ഈ പറയുന്ന 50% ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിവിടെ എന്താണ് വരേണ്ടത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ? ടാക്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന 40 ലക്ഷത്തിൽ നിന്ന് എത്ര കുറയ്ക്കണം? ഈ പറയുന്ന ടാക്സ് അല്ലേ? 50% അല്ലേ വരുന്നത്? അപ്പോൾ പകുതി വരും അല്ലേ? അപ്പോൾ എത്ര വരും? 20 lakhs വരും. യെസ്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 20 lakhs ആണ്. യെസ്, ക്ലിയർ? 20 lakhs ആണ്. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോഴോ? ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ എത്ര എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്? ഈ പറയുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 37 ലക്ഷം രൂപയാണ്. 37 ലക്ഷം രൂപയാണ്. അതിൻ്റെ 50% ആണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് യെസ് 37 lakhs അല്ലേ? 37 ലക്ഷത്തിൽ നിന്ന് എത്ര കുറയ്ക്കണം? ഇവിടെ 50% കുറയ്ക്കണം. ദാറ്റ് മീൻസ് എത്ര വരും? 18,50,000 വരും. ഓക്കെ, യെസ്. അപ്പോൾ നേരെ പകുതി തന്നെയല്ലേ? യെസ്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 18,50,000 തന്നെ. യെസ്, ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് കിടക്കണം. ഓപ്ഷൻ സി എത്ര എമൗണ്ട്? അവിടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണ്? 31 ലക്ഷം രൂപയാണ് അല്ലേ? അപ്പം ടാക്സ് എന്ന് പറയുന്നത് എത്ര വരും? 31 ലക്ഷത്തിൻ്റെ 50% ആണ് ടാക്സ് എന്ന് പറയുന്നത് അല്ലേ? യെസ്. അപ്പം ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 31 lakhs നിന്ന് അല്ലേ? എത്ര കുറയ്ക്കണം? പകുതി കുറച്ചാൽ മതി. അത് പകുതി എത്രയാണ്? 15,50,000 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും? സെയിം തന്നെ, കാരണം പകുതിയാണല്ലോ എടുക്കുന്നത് അല്ലേ? അപ്പം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് എത്ര വരും? 15,50,000 വരും. ക്ലിയർ? ഇപ്പോൾ 3 കേസിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു അല്ലേ? 15,50,000 രൂപയാണ് വരുന്നത്. ഇനി കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസും കൂടെ കണ്ടുപിടിക്കണം. അത് നമുക്ക് അടുത്ത കാൽക്കുലേഷനായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്ത് കണ്ടുപിടിച്ചു? ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ചു 3 കേസിലും അല്ലേ? യെസ്. ഇനി അടുത്തതാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 എന്താണ്? കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കണ്ടുപിടിക്കണം അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂ എത്രയാണെന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, ക്വസ്റ്റ്യനിലുണ്ട് ഫേസ് വാല്യൂ എത്രയാണ്? ₹10 പെർ ഷെയർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ₹10 പെർ ഷെയർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എയുടെ കേസ് പരിശോധിക്കാം. ഓപ്ഷൻ എയുടെ കേസിൽ എന്താണ്? ഇക്വിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇക്വിറ്റി എന്ന് പറയുന്നത് യെസ് എത്ര രൂപയുടെയാണ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്തേക്കുന്നത്?
1 CR ആണ്, 1 കോടി രൂപയാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും? യെസ്, ഈ പറയുന്ന 1 CR അല്ലേ. ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി, 10 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും ഇവിടെ? 1 lakh ഷെയർസ് അല്ലേ, 1 lakh അല്ല 10 ലക്ഷം അല്ലേ, 10 ലക്ഷം അല്ലേ. ഓക്കെ, 1 CR ഡിവൈഡഡ് ബൈ 10 അല്ലേ, അപ്പോൾ 10 ലക്ഷം വരും. ഓക്കെ, ഷെയർസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ, 10 lakh ഷെയർസ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബിയുടെ കേസ് എടുക്കാം. ഓപ്ഷൻ ബിയുടെ കേസ് എടുക്കാം. ഓപ്ഷൻ ബിയുടെയോ ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി മാത്രം എടുത്താൽ മതിയല്ലോ EPS വരുമ്പോൾ അല്ലേ. നമ്പർ ഓഫ് ഷെയർസ് വരുമ്പം ഇക്വിറ്റിയുടെ കേസ് മാത്രം എടുത്താൽ മതി. അവരെ 80 lakhsനല്ലേ അല്ലേ എടുത്തേക്കുന്നത് ഇക്വിറ്റി. യെസ്, അവിടെ 80 ലക്ഷം രൂപയാണ്. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കാൻ വേറൊന്നുമില്ല, എന്താണ് ഈ പറയുന്ന 80 ലക്ഷം അല്ലേ, 80 lakhs ഡിവൈഡഡ് ബൈ 10 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും, എത്ര കിട്ടും? യെസ്, ഷെയർസ് കിട്ടും അല്ലേ. യെസ്, 8 lakh ഷെയർസ് വരും അല്ലേ. യെസ്, ഇനി ഓപ്ഷൻ സിയുടെ എവിടെ? ഓപ്ഷൻ സി നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. ഓപ്ഷൻ സിയുടെ എത്ര വരും? ഇക്വിറ്റി എന്ന് പറയുന്നത് റുപ്പീസ് 40 lakhs മാത്രമല്ലേ വരുന്നുള്ളൂ. യെസ്, നമ്പർ ഓഫ് ഷെയർസ് കാണാൻ വേണ്ടി യെസ്, ഈ 40 lakhs ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? അപ്പം യെസ്, 4 lakh ഷെയർസ് വരും. ക്ലിയർ? 4 lakh ഷെയർസ് വരും. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇപ്പം നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിച്ചു അല്ലേ, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഷെയർസ്. ഓപ്ഷൻ എയിൽ 10 lakh ഷെയർസ് വരുന്നുണ്ട്, ഓപ്ഷൻ ബിയിൽ 8 lakh ഷെയർസ് വരുന്നുണ്ട്, ഓപ്ഷൻ സി വരുമ്പം 4 lakh ഷെയർസ് ആണ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് EPS ആണ്. സ്റ്റെപ്പ് 5 കാൽക്കുലേറ്റ് EPS ആണ്. EPS അല്ലേ. അപ്പോൾ അവിടെ EPS കാണാൻ വേണ്ടി നമുക്ക് അറിയാം അല്ലേ. യെസ്, EPS കാണാനുള്ള ഫോർമുല എന്താണ്? EPS ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ഓപ്ഷൻ കണ്ടുപിടിച്ചാൽ മതി, വളരെ സിമ്പിളാണ് അല്ലേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അവിടെ EPS കാണാൻ വേണ്ടി എന്ത് ചെയ്യണോടാ? ഈ പറയുന്ന യെസ് 20 lakhs ഡിവൈഡഡ് ബൈ എത്ര വരും? യെസ് 10 lakhs വരും അല്ലേ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ₹2 കിട്ടും. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോഴോ EPS ഈസ് ഈക്വൽ ടു അല്ലേ, അവിടെ എത്രയാണ് നമുക്ക്? 18,50,000 അല്ലേ, ഡിവൈഡ് ബൈ 8 lakh വരും അല്ലേ. അപ്പോൾ ഇവിടുത്തെ EPS എത്ര വരും? ₹2.3125 വരും അല്ലേ. യെസ്, അത് ഓപ്ഷൻ ബി. ഇനി നമുക്ക് ഓപ്ഷൻ സിയുടെ കണ്ടുപിടിക്കണം. ഓപ്ഷൻ സിയുടെയോ EPS ഈസ് ഈക്വൽ ടു 15,50,000
അല്ലേ? അത് ഡിവൈഡഡ് ബൈ എത്ര വരും? 4 lakh വരും, 4 ലക്ഷം വരും അല്ലേ? അപ്പോൾ കിട്ടുന്ന എത്രയാണ്? EPS റുപ്പീസ് 3.875 വരും. 3.875 വരും. നോക്കിയേ അല്ലേ? ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്ത അല്ലെങ്കിൽ ലിവറേജ് എഫക്റ്റ് കൂടുതൽ വന്ന ഓപ്ഷൻ സിയിലാണ് EPS കൂടിയത്. അല്ലേ? ഇപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇക്വിറ്റി മാത്രമുള്ള ഓപ്ഷൻ എക്കാളും കുറച്ചും കൂടെ അഡീഷണൽ EPSൻ്റെ കാര്യത്തിൽ ഓപ്ഷൻ ബിയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ താരതമ്യേന കുറവാണെങ്കിൽ പോലും ഡെപ്റ്റ് കുറച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലേ, ഏകദേശം ഒരു 20 കോടി രൂപയുടെ ഡെപ്റ്റ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നു. 20 ലക്ഷം രൂപയുടെ ഡെപ്റ്റ്, 80 ലക്ഷം രൂപയുടെ ഇക്വിറ്റി, ആ ഒരു പ്രൊപ്പോർഷനാണ് അവർ 1 CR വേണ്ടി എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എങ്കിൽ പോലും ഒരു നേരിയ രീതിയിൽ ഡെപ്റ്റ് യൂസ് ചെയ്തപ്പം അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്ക് EPSൽ കാണാൻ സാധിച്ചു. എന്നാൽ ലിവറേജ് എഫക്റ്റ് കൂടുതലുള്ള, ഡെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതലുള്ള ഓപ്ഷൻ സിയിലാണ് EPS നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്? അഫക്റ്റഡ് ആയിട്ടുള്ളത് അല്ലേ? നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊരു ചാർട്ടിൽ പ്രൂവ് ചെയ്യണം. ചാർട്ടിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്, particulars ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ദെൻ ഓപ്ഷൻ സി. കൃത്യമായിട്ട് ഈ ചാർട്ടിൽ നമ്മൾ ഈ പറഞ്ഞ കൺക്ലൂഷൻ എല്ലാം എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ എക്സ്പ്രസ് ചെയ്യണം അല്ലേ? യെസ്, ഇവിടെ എബിറ്റ് എത്രയാണ്? എബിറ്റ് വരുന്നത് എത്രയാണ്? എല്ലാത്തിലും സെയിം തന്നെ, 40 lakhs ആണ്. 40 ലക്ഷം രൂപയാണ് എബിറ്റ് ഇനത്തിൽ എല്ലായിടത്തും വരുന്നത്. അത് സെയിം ആണ്, അതിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ഇൻട്രസ്റ്റോ? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എയിൽ നില്ലാണ് അല്ലേ? നില്ലാണ്. ഓപ്ഷൻ ബിയിൽ 3 lakhs ആണ്, 3 ലക്ഷം രൂപയാണ് വരുന്നത്. ഇവിടെയോ? ഇവിടെ 9 ലക്ഷം രൂപയാണ് ഓപ്ഷൻ സിയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. യെസ്, ഇനി പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, PBT, അത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എയിൽ അല്ലേ? യെസ്, ഓപ്ഷൻ എയിൽ 40 lakhs തന്നെ വരും അല്ലേ? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓപ്ഷൻ ബിയിലോ 37 lakhs വരും. ഓപ്ഷൻ സിയിലോ 31 lakhs വരും. നിങ്ങൾ നോക്കണം, 40 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ പോലും 31 ലക്ഷം രൂപയുടെ പ്രോഫിറ്റിന്മേൽ മാത്രമേ നമ്മൾ എന്താ അടയ്ക്കുന്നുള്ളൂ? ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അതാണ് ഇവിടെ ഈ പറയുന്ന ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അല്ലേ? ഇനി ടാക്സ് എന്ന് പറയുന്നത്, ടാക്സ് എത്രയാണ്? 50% ആണ് അല്ലേ? യെസ്, ഇവിടെ അപ്പം എത്ര അടയ്ക്കണം? 20 lakhs അടയ്ക്കണം. ഇവിടെയോ? ഇവിടെ ഓപ്ഷൻ ബിയിൽ 18,50,000 രൂപയ്ക്കും ടാക്സ് അടയ്ക്കണം. യെസ്, ഇവിടെ വരുമ്പോഴോ 15,50,000 രൂപയ്ക്കും ടാക്സ് അടയ്ക്കണം അല്ലേ? അപ്പോൾ നോക്കണം, ഏറ്റവും കൂടുതൽ ടാക്സ് ഇനത്തിൽ പൈസ അടയ്ക്കുന്ന, ഏറ്റവും കുറവ് ടാക്സ് ഇനത്തിൽ പൈസ അടയ്ക്കുന്ന ഏതാണ്? ഈ പറയുന്ന ലിവേഡ് ഫേമാണ്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഉള്ള ഫേമാണ്. കൂടുതൽ ഡെപ്റ്റ് ഉള്ള ഫേമിനാണ് കുറച്ച് ടാക്സ് അടയ്ക്കേണ്ടി വന്നത്. എന്നാൽ ഡെപ്റ്റ് ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ഫേമിനോ 20 ലക്ഷം രൂപയുടെ ടാക്സ് അടയ്ക്കേണ്ടി വന്നു അല്ലേ? അതാണ് വ്യത്യാസം. ഇത് വളരെ വ്യത്യാസമാണ് അല്ലേ? ഏകദേശം ഒരു 4,50,000 രൂപയുടെ വ്യത്യാസമുണ്ട് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ആയിട്ട് ബന്ധപ്പെട്ട് ടാക്സ് ഇനത്തിൽ. അപ്പം നമുക്ക് അത്രയും ടാക്സ് സേവ് ചെയ്യാൻ പറ്റി അല്ലേ? ഏത് മാത്രം ഉപയോഗിച്ചപ്പം ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻ കൂട്ടിയപ്പോൾ, അതാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് പറയുന്നത് അല്ലേ? യെസ്, ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതെന്ന് പറഞ്ഞാൽ ഇവിടെ അത് തന്നെ അല്ലേ? 20 lakhs തന്നെ വരും. ഇവിടെ എത്ര വരും? ഈ ടാക്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ? 18,50,000 വരും. കാരണം 50% ആണല്ലോ, പകുതിയാണല്ലോ വരുന്നത് അല്ലേ? ഇവിടെ എത്ര വരും? ഇവിടെ 15,50,000 വരും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയാം. ഓക്കെ, യെസ്. ഇനി നമ്പർ ഓഫ് ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? ഇവിടെ 10 lakh വരും, ഇവിടെ 8 lakh വരും, ഇവിടെ 4 lakh വരും. ഇനി ലാസ്റ്റ് വൺ, ദ മെയിൻ റിസൾട്ട് എന്താണ്? EPS ആണ് അല്ലേ? EPS എന്ന് പറയുമ്പം ഇവിടെ ₹2 ആണ് EPS ആയിട്ട് വരുന്നത്.
ഇവിടെ റുപ്പീസ് 2.31 വരും, ഇവിടെ റുപ്പീസ് 3.88 വരും. നോക്കി, ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉപയോഗിച്ചപ്പോൾ ഡെപ്റ്റിൻ്റെ പ്രപ്പോർഷൻ മാക്സിമം ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്ത് കൂടി? EPS കൂടി അല്ലേ? ഡെപ്റ്റ് ഫേവറബിൾ ആയിട്ട് നിന്നപ്പോൾ, ഡെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിച്ചപ്പോൾ എന്ത് കൂടി? ഈ പറയുന്ന ലിവറേജ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് മാറി അല്ലേ? ലിവറേജ് എഫക്റ്റ് ഇവിടെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഡെപ്റ്റ് താരതമ്യേന കുറവുള്ള ഓപ്ഷൻ ബിയിലോ ആസ് കമ്പയർഡ് ടു എ EPS കൂടുതലാണെങ്കിൽ പോലും ഡെപ്റ്റ് കൂടുതൽ ഉപയോഗിച്ച സിനേക്കാളും കുറവാണ്. പക്ഷേ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ EPSൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്ഷൻ ബിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണ്? അവർ കുറച്ചാണെങ്കിൽ പോലും പ്രൊപ്പോർഷനേറ്റ് ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചാണെങ്കിൽ പോലും ഡെപ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പറയണം. ഇതാണ് ആൻസറിൻ്റെ ഒരു എക്സാക്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഇനി ഇത് ഇവിടെയും തീർന്നോ? ഇവിടെയും തീർന്നില്ല അല്ലേ? ഇനി നമുക്ക് എന്താണ് പോകേണ്ടത്? ഇതിൻ്റെ കൺക്ലൂഷനാണ് പോകേണ്ടത്. കൺക്ലൂഷൻ കൃത്യമായിരിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കൺക്ലൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പം എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഗിയറിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് പറയണം അല്ലേ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ക്യാപ്പിനോടൊപ്പം തന്നെ ഡെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഈ പറയുന്ന ലിവറേജ് എഫക്റ്റ് അല്ലെങ്കിൽ ഗിയറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ കമ്പനിയുടെ ലാഭം അല്ലേ, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കമ്പനിയുടെ ലാഭം, അതായത് എബിറ്റ്, നിങ്ങൾ ഇനി ശ്രദ്ധിച്ചാണ് കേട്ടോ. കമ്പനിയുടെ ലാഭം അല്ലെങ്കിൽ എബിറ്റ് എന്ന് പറയുന്നത് ഈ പലിശ ചെലവ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെപ്റ്റിൻ്റെ ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഹയർ ആണെങ്കിൽ എന്തായിരിക്കും? ഡെപ്റ്റിൻ്റെ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതലാണ് ഈ പറയുന്ന എബിറ്റ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം EPS കൂടാനാണ് സാധ്യത. മനസ്സിലാണ്ടോ? അതായത് എബിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മുടെ ഡെപ്റ്റിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ EPS അവിടെ ഫേവറബിളായി നിൽക്കും, പോസിറ്റീവായിട്ട് നിൽക്കും എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. ക്ലിയർ ആയോ? മനസ്സിലാണ്ടോ? കാരണം ഡെപ്റ്റ് ഉപയോഗിക്കുന്ന വഴി കൂടുതൽ പ്രോഫിറ്റ് കമ്പനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ് ഡെപ്റ്റിൻ്റെ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫേവറബിൾ പൊസിഷൻ ആയിരിക്കും EPSൽ ഉണ്ടാകുക. ഇതാണ് പറയുന്നത് അല്ലേ? ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞു വെക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കൺക്ലൂഷൻ പറയണം. യെസ്, എയുടെ കേസിൽ EPSന് നോ ഡെപ്റ്റ് 2 രൂപയാണ് വരുന്നത്. ബിയുടെ കേസിൽ മോഡറേറ്റ് ഡെപ്റ്റ് 2.31 ആണ്. ഹൈ ഡെപ്റ്റ് വരുമ്പം EPS എത്രയാണ്? 3.88 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അഥവാ എബിറ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റിൻ്റെ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിലാണ് കേട്ടോ ഈ പോസിറ്റീവ് എഫക്റ്റ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എബിറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ ഉള്ളെങ്കിൽ എന്താണ്? ഇവിടെ നെഗറ്റീവ്ലി ആണ് ഡെപ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുന്ന വഴി അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എബിറ്റിനേക്കാൾ താഴെയാണെങ്കിൽ അവിടെ നെഗറ്റീവ് എഫക്റ്റാണ് വരുന്നത് കേട്ടോ. ഇവിടെ പോസിറ്റീവായിട്ട് നിൽക്കാൻ കാരണം, EPS പോസിറ്റീവായിട്ട് നിൽക്കാൻ കാരണം എബിറ്റ് എന്ന് പറയുന്നത്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്റ്റിൻ്റെ കോസ്റ്റിനേക്കാൾ ഹൈ ആയതുകൊണ്ടാണ്. അത് വളരെ പൊസിഷനാണ്, അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് കേട്ടോ. അവിടെ തന്നെ നമുക്കൊരു ഇക്വിലിബ്രിയം ഒക്കെ പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അത്ര അതിലേക്കൊന്നും പോകണ്ട, വളരെ ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് വന്നാൽ മതി. എന്നിട്ട് നമ്മൾ പറയുന്നു ഹൈ ഗിയറിംഗ് മോർ ഡെപ്റ്റ് ഇൻക്രീസ് EPS. ഓപ്ഷൻ സി ഹാസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ്, therefore provide the highest EPS of rupees 3.88. They demonstrate the positive impact of financial gearing when the company earning are sufficiently higher than the cost of debt. കണ്ടോ? യെസ്, എന്തുകൊണ്ടാണ് ആ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് ഫിനാൻഷ്യൽ ഗിയറിങ്ങിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? EPSൽ ഫിനാൻഷ്യൽ ലിവറേജിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണ്? ഈ പറയുന്ന കമ്പനിയുടെ ഏണിങ്സ് അല്ലെങ്കിൽ എബിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാൾ മുകളിൽ നിന്നുകൊണ്ടാണ്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. അത് നമ്മൾ കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഭാഗത്തുനിന്ന് കാണണം. നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം വാരി വലിച്ച് പോകാതെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണേണ്ടത് അറിയാലോ അല്ലേ? കാണേണ്ടത് ഈ ചാർട്ടിൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എബിറ്റ് അറിയണം, അത് ക്വസ്റ്റ്യൻ തരും.
ഇൻട്രസ്റ്റ് അറിയണം, അത് നമ്മൾ കണ്ടുപിടിക്കും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അറിയണം, ടാക്സ് അറിയണം, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അറിയണം, നമ്പർ ഓഫ് ഷെയർസ് അറിയണം, EPS അറിയണം. അപ്പോൾ അത് നമുക്ക് കൃത്യം അറിയാലോ അല്ലേ. നമുക്കൊരു ഒരു ഒരു കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ട് അല്ലേ. എബിറ്റിന്ന് ലെസ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഏണിംഗ് ബിഫോർ ടാക്സ് കിട്ടുന്നത്. അതിൽ നിന്ന് ലെസ് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ഏണിംഗ് ആഫ്റ്റർ ടാക്സ് കിട്ടുന്നത് അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിലേക്ക് വരുന്നു, EPSലേക്ക് വരുന്നു. ഇതാണ് അതിൻ്റെ ഫോം അല്ലേ. ഈ ഫോം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യണം, കണ്ടൻറ്റുകൾ ടേബിൾ വൈസിൽ പോകണം. ഉദാഹരണം പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അത് നമുക്ക് അറിയണം. കാൽക്കുലേഷൻ ഓഫ് EBT നമുക്ക് അറിയണം. കാൽക്കുലേഷൻ ഓഫ് ഏണിംഗ് ആഫ്റ്റർ ടാക്സ് നമുക്ക് അറിയണം അല്ലേ. ഏണിംഗ് ബിഫോർ ടാക്സ് അറിയണം, ഏണിംഗ് ആഫ്റ്റർ ടാക്സ് അറിയണം, EPSലേക്ക് നമുക്ക് വരികയും ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ വേണം എന്നുള്ളൊരു ധാരണ നമുക്ക് ഈ ചോദ്യം വായിക്കുമ്പോഴേ അറിയണം. എന്നിട്ട് ഈ ഓരോ ഐഡൻറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പും എന്ത് ചെയ്യണം, ടേബിൾ വൈസ് ക്രിയേറ്റ് ചെയ്ത് പോയി എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഓവറോൾ സമ്മറി ടേബിളും കൂടെ കൊടുത്ത് ഒരു കൺക്ലൂഷനിലേക്കും കൂടെ പോകുമ്പോഴാണ് ആ ചോദ്യം കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു പ്രോബ്ലമായിട്ട് കാണാം. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ നന്നായി പഠിത്താൻ പോവുക. അപ്പോൾ ക്വസ്റ്റ്യനും ചോദ്യവും അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ധാരണകൾ, ക്വസ്റ്റ്യനിലെ ധാരണകൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണത് ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ ആ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വേയിൽ നമ്മളത് അപ്രോച്ച് ചെയ്യണം. അപ്പം താങ്ക് യു.